മക്കളെ, ഇന്ന് ദുഃഖവെള്ളി. ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ വളരെയധികം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ സ്മരിക്കുന്ന ദിവസമാണ്. ഇന്നലെ യേശുവിൻ്റെ അന്ത്യത്താഴവും യേശു പിടിക്കപ്പെടുന്നതുമായ സംഭവങ്ങൾ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അന്ന് ജെറുസലേം. റോമ പട്ടാളക്കാർ വളരെ ക്രൂരന്മാരായിരുന്നു. ഈ പട്ടാളക്കാരും മഹാപുരോഹിതന്മാരും യേശുവിനെ പിടിച്ചു കെട്ടി ആദ്യം ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം എന്താണ്? യേശു സ്വയം യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ഇതാണ് വലിയ ദൈവനിന്ദയും കുരിശുമരണത്തിന് വളരെ കാരണമാകുന്ന കുറ്റവുമായിട്ട്. ഒരുപാട് സാക്ഷികൾ വന്നെങ്കിലും ഒന്നും പറ്റിയില്ല. അവസാനം മഹാപുരോഹിതൻ യേശുവിനോട് ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? അതിന് യേശു, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും കാണുമെന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം? നമ്മൾ ദൈവദൂഷണം നേരിട്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. അവൻ മരണയോഗ്യൻ എന്ന് യഹൂദർ ആർത്തു. അപ്പോൾ പടയാളികൾ യേശുവിനെ മുഖത്ത് മുഷ്ടി ചുരുട്ടി കുത്തി, മുഖത്ത് തുപ്പി. പിന്നീട് അവർ യേശുവിനെ അന്നത്തെ റോമൻ ഗവർണറായ പിലാത്തോസിന്റെ അടുത്ത് എത്തിച്ചു. കാരണം ഹന്നാവിന് കുരിശുമരണത്തിനുള്ള ഓർഡർ കൊടുക്കാനുള്ള പൊസിഷനല്ല, ഈ ഗവർണർമാർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. അന്ന് അവിടെ ഒരു യഹൂദന്മാർ കലാപം നടത്തിയിരുന്ന സമയമായിരുന്നു. പിലാത്തോസിന് ചെറുതായിട്ടൊരു യഹൂദന്മാരെയൊക്കെ പേടിയുണ്ടായിരുന്നു അന്ന്. മഹാപുരോഹിതർ അസൂയ കൊണ്ടാണ് യേശുവിനെതിരെ തിരിഞ്ഞതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരുപാട് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പിലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിക്കും എന്ന് പറഞ്ഞു. അവൻ മരണയോഗ്യൻ, അവൻ ദൈവദൂഷണം പറഞ്ഞു, ക്രൂശിക്ക ക്രൂശിക്ക എന്നാർത്തു. ആരവാരം വലുതാകുന്നു എന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിലാത്തോസ് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കാണുകെ വെള്ളമെടുത്ത് കൈ കഴുകി. അവർ യേശുവിനെ, ഈ സമയത്ത് യഹൂദന്മാർ പറഞ്ഞ ഒരു വാചകമുണ്ട്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതാണ്. അവർ യേശുവിനെ കൊണ്ടുപോയി, പടയാളികൾ യേശുവിനെ കൊണ്ടുപോയി ചമ്മട്ടി കൊണ്ട് ഒരുപാട് അടിച്ചു. പിന്നീട് മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം വെച്ച് യഹൂദന്മാരുടെ രാജാവ് എന്ന് പരിഹസിച്ചു. പിന്നീട് ഗൊൽഗൊത്ത മലയിലേക്കുള്ള കനമേറിയ കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രയാണ്. ഭാരമുള്ള കുരിശാണ്. കുരിശും വേണ്ടി മല കയറണം. ഈ ഭാരം നമ്മുടെ പാപഭാരമാണ്. അതാണ് യേശു അന്ന് ചുമന്നത്. ഒരുപാട് തവണ യേശു വീഴുന്നുണ്ട്. ആ സമയത്തെല്ലാം പടയാളികൾ അതിക്രൂരമായി മർദ്ദിച്ച് യേശുവിനെ എണീപ്പിക്കുന്നു. അങ്ങനെ ഗൊൽഗൊത്ത മലയിലെത്തി. 3-ാം മണി നേരമായപ്പോൾ അവർ യേശുവിനെ ക്രൂശിച്ചു. 2 കള്ളന്മാരെയും ഇടത്തും വലത്തുമായി ക്രൂശിച്ചു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ അവിടെ ഇരുട്ട് പരന്നു. ഈ കുരിശുമരണം എന്ന് പറയുന്നത് വളരെ സ്ലോ ഡെത്താണ് കേട്ടോ, പെട്ടെന്ന് മരിക്കില്ല. ഏകദേശം 9-ാം മണി നേരമായപ്പോൾ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ യേശു എല്ലാം തികഞ്ഞെന്നറിഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്നെ വരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. ഈ സമയത്ത് യെരൂശലേം മന്ദിരത്തിന്റെ തിരശ്ശീല നടുവെ കീറി, പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു, അവരിൽ പലരും ഉയർത്തെഴുന്നേറ്റു. ഒരുപാട് സ്ത്രീകളും ഒരുപാട് ആളുകളും യേശുവിനെ സ്നേഹിച്ചിരുന്നവർ ഈ കാഴ്ചകളെല്ലാം കണ്ടു ദൂരത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുരിശുമരണത്തിന്റെ ഒരു ചെറിയ വിവരണമാണ് ഞാനിവിടെ കഴിച്ചത്. ഇനി
ഞാൻ പറയാൻ പോകുന്നത് ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്നാണല്ലോ പറയുന്നത്. യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ചു സ്വയം ഒരു ബലിമൃഗമായി മാറി. യേശു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ കുരിശുമരണത്തിലൂടെ യേശു നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഡെലിവറൻസ്, അതായത് വിടുതലാണ്. വിടുതലിന്റെ വഴിയാണ് യേശു തൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് തുറന്നു തന്നത്. ഒരു പാപി വളരെ മനസ്താപത്തോടെ പ്രാർത്ഥിച്ച്, കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവൻ രക്ഷിക്കപ്പെടും. നമ്മൾ ദിവസവും പലതരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. വിചാരങ്ങൾ, വാക്കുകൾ, ക്രിയകൾ, ഇതെല്ലാം നമ്മളത് തെറ്റാണ്, പാപികളാണ്. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെടും. എങ്ങനെ? അതിനാണ് യേശു നമ്മൾക്ക് വേണ്ടിയിട്ട് പാപങ്ങൾ ചുമന്നത്. യേശു ക്രിസ്തു മുഖാന്തരം മാത്രം സാധ്യമായ ഈ വീണ്ടെടുപ്പാണ് ക്രിസ്തുമതത്തിന്റെ സന്ദേശം.